ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു കപ്പവടയാണ് തയ്യാറാക്കുമ്പോൾ അതിനായിട്ട് ചെറിയൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം. ഈ കപ്പയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കപ്പവട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ ബൈ.